തിരുവനന്തപുരം വിമാനത്താവളത്തിലിറങ്ങിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. വിമാനത്താവളത്തിന് സമീപം ഓട്ടോറിക്ഷയിൽ കയറിയ ആളെയാണ് തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകൽ സംഘം എത്തിയ കാർ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന കാർ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് ഇന്നലെ രാത്രി 12:30യോടെയാണ് വിദേശത്ത് നിന്ന് എത്തിയെന്ന് സംശയിക്കുന്ന യുവാവ് ഓട്ടോറിക്ഷയിൽ കയറിയത്. തിരുനെൽവേലിക്ക് പോകണമെന്നും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ വൈശാഖിനോട് യുവാവ് ആവശ്യപ്പെട്ടു. ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ തകരപ്പറമ്പ് ഭാഗത്ത് 2 കാറുകളിലായി വന്ന സംഘം ഓട്ടോ തടഞ്ഞു നിർത്തുകയായിരുന്നു. ബലം പ്രയോഗിച്ച് യുവാവിനെ പുറത്തിറക്കി മർദ്ദിച്ച് കാറിൽ കയറ്റി. ചോദിക്കാനെത്തിയ തനിക്കും മർദ്ദനമേറ്റെന്ന് ഓട്ടോ ഡ്രൈവർ വൈശാഖ്. തകരപ്പറമ്പിൻ്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് കാറ് വെള്ള കാറ് വന്നായിരുന്നു. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരനെ ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു, പിടിച്ച് വലിച്ചിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കാര്യം എന്തെന്ന് വെച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ച് വളർത്തി വെച്ചു. എന്നിട്ട് പയ്യനെ ഇവിടെ കൂടെ തന്നെ എടുത്തുകൊണ്ട് കാറിൻ്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു. ഫുട്പാത്തിൽ കൂടെയാണ് നടന്നു വന്നത്. വേറെ കടയൊന്നുമില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് കയറിയതാണ്. ഇല്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിന് സമീപം ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയത് ആരെയാണെന്ന വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതികൾ സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പതിഞ്ഞ KL01 CZ 3430 എന്ന നമ്പറിലുള്ള കാർ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. വെള്ളായണി കാക്കാമൂല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാർ പരുത്തിക്കുഴിയിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കാർ വാടകയ്ക്ക് നൽകിയതാണെന്ന് ഉടമ മൊഴി നൽകി. കാർ ഉപേക്ഷിച്ച സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 24 തിരുവനന്തപുരം.